two sets of people are actually fighting for their survival inside Gaza. One is Hamas, other is UN agencies. UN agency അവരുടെ റെലവൻസ് നഷ്ടപ്പെടുന്നു എന്ന് അവർക്ക് മനസ്സിലാവുന്നു. ബിക്കോസ് ഇസ്രായേലിന്റെ നേതൃത്വത്തിൽ ഇസ്രായേലും അമേരിക്കയും ചേർന്നുള്ള ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ, എയ്ഡ് ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയതിന് ശേഷം തകർന്നിരിക്കുകയാണ് ഇവിടുത്തെ നമ്മുടെ ഈ ഹമാനസർക്കും UN ഏജൻസികൾക്കും അതോടൊപ്പം തന്നെ എല്ലാവർക്കും. ഇതെന്തറിയോ, ഈ ആഹാരമായിരുന്നു നമ്മൾ പറഞ്ഞില്ലേ, ആഹാര സ്വാതന്ത്ര്യം, ഭക്ഷണ സ്വാതന്ത്ര്യം പറഞ്ഞില്ല നമ്മൾ. ഈ ആഹാരം വെച്ച് എയ്ഡ് വെച്ചുള്ള പിടിയായിരുന്നു. എയ്ഡ് എന്നും പറഞ്ഞ് വന്നുകൊണ്ടിരുന്ന സാധനങ്ങൾ എന്തൊക്കെയായിരുന്നു, ആഹാരം മാത്രമായിരുന്നില്ല എന്ന് നമുക്കിപ്പോൾ അറിയാം ഉറപ്പായിട്ട്. ഇത് തന്നെയാണ് നെതന്യാഹു അന്ന് UN അസംബ്ലിയിൽ പ്രസംഗിച്ച് പറഞ്ഞത്. ഇത് തന്നെയാണ് പറഞ്ഞ 5000, കുറഞ്ഞത് 5000 ട്രക്കെങ്കിലും കയറണം. 5000 അല്ല, ശരിക്കും വേണ്ടത് 9000 ട്രക്കാണ്. 9000 അല്ല, 900 ട്രക്കാണ്. ഇവിടെ 2 മാസം ഏതെങ്കിലും ഒരു എന്താ പറയുന്നത്, ഭക്ഷണമില്ലാതെ പട്ടിണി കിടന്ന് മരിക്കുമെന്നും പറഞ്ഞ് UN അംബാസഡർ, പാലസ്തീൻ അംബാസഡർ പൊട്ടിക്കരയുന്നു, വിതുമ്പുന്നു. വേറെ ഒരാൾ വന്ന് വിളിച്ചു പറയുന്നു 48 മണിക്കൂറിനുള്ളിൽ 14,000 പേര്, 48 hours 14 children will die. എല്ലാം കഴിഞ്ഞു. അപ്പോൾ 1-2-10 ദിവസമായി. ഈ വേണമെങ്കിൽ കൊന്നുകളയും, വേണമെങ്കിൽ കുട്ടികളെ ഇങ്ങനെ തെളിയിക്കാനായിട്ട്. ഇപ്പൊ യഥാർത്ഥത്തിൽ ഏറ്റവും റാഫ പിടിക്കുന്നതിനേക്കാൾ ഒരു പിടി ഇച്ചിരി കയറി. ഇത് പണ്ടേ ഞാൻ ചെയ്യേണ്ടായിരുന്നെന്ന് കഴിഞ്ഞ ലൈവിൽ ഞാൻ പറഞ്ഞതാണ്. പക്ഷെ ഒരു പ്രശ്നം, ഇത് ചെയ്തു തുടങ്ങി കഴിഞ്ഞാൽ ഒന്ന് ഇസ്രായേലിന്റെ റിസോഴ്സസ് ഒരുപാട് പോകും. ഇസ്രായേലിന്റെ ടാക്സ് പേരുടെ പൈസ എടുത്ത് ഇവർക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇസ്രായേലിന് പറയാൻ പറ്റുന്ന കാര്യം, നിങ്ങളിവിടെ എയ്ഡ് കൊടുക്കുകയാണ്, നിങ്ങളൊന്ന് കോൺട്രിബ്യൂട്ട് ചെയ്തൂടെ, ബ്രിട്ട കോൺട്രിബ്യൂട്ട് ചെയ്ത്, കാനഡിയൻ മഹാനുഭാവ അല്ലെങ്കിൽ ജർമ്മൻ മഹാനുഭാവ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുന്നറിയോ? അതില്ല, ഞങ്ങൾ UN വഴിയേ കൊടുക്കൂ. UN വഴി കൊടുത്താലേ കൊടുക്കൂ. അതായത് ചില പറയില്ല, അച്ഛൻ കുറുക്ക് തന്നാലേ ഞാൻ കുടിക്കില്ല, അമ്മ തന്നാലേ കുടിക്കൂ എന്ന് പറയുന്നതാണ്. എന്നുവെച്ചാൽ ഇതിപ്പോ UN-ന്റെ ഒക്കെ ആൾക്കാർ പറയുന്നത് ഡോണ്ട് പൊളിറ്റിസൈസ് എയ്ഡ്. ഇത് പൊളിറ്റിസൈസ് ചെയ്തുകൊണ്ടിരുന്നതാണ് ഹമാസ് ചെയ്യുന്നത്. എയ്ഡ് പൊളിറ്റിസൈസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. കം ബാക്ക് ടു യുവർ സീസ്ഫെയർ. ഇപ്പോഴത്തെ സീസ്ഫെയർ എന്താണ്? ഈ 10 ഭയങ്കര അവ്യക്തമായിട്ടുള്ള സീസ്ഫെയർ ആണ്, ഭയങ്കര ലൂസാണ്. അതിനകത്ത് 10-13 ഐറ്റംസ് ഒന്ന് വായിച്ചു നോക്കുന്നുണ്ട്. അതിനകത്ത് ആദ്യം പറയുന്നത് എന്താണ്? ഈ 10 പേരെ വിട്ടുകൊടുക്കാം, 18 ജഡങ്ങൾ, ഒരാഴ്ച ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ ഇസ്രായേൽ വീണ്ടും യുദ്ധം തുടങ്ങും. യുദ്ധം തുടങ്ങാനായിട്ടുള്ള സാധനം ആ ഓപ്ഷനകത്ത് കിടപ്പുണ്ട്. ഇതെല്ലാവരും ഈ നമ്മുടെ സാംസ്കാരിക നായകന്മാരും ഹമാനസരും എല്ലാം ശ്രമിക്കുന്നത്, അവർക്ക് ഒറ്റ ഇതേ ഉള്ളൂ, പാലസ്തീന്റെ ദുരിതമൊന്നുമില്ല, അവർക്ക് എങ്ങനെയെങ്കിലും ഹമാസിനെ രക്ഷിച്ചെടുക്കും. കുറച്ച് ടെറിബിൾ കുട്ടന്മാരുണ്ടാവണം, അവരെങ്ങനെയും രക്ഷിക്കണം. അവരുടെ ഒരു ജീവൻ, അവരുടെ ഒരു ഇതാണ് ഇവരെല്ലാം നോക്കുന്നത്. ഈ പറയുന്ന അറബ് രാജ്യങ്ങളിലേക്ക് ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഹമാസിനെ എങ്ങനെയെങ്കിലും ഏതെങ്കിലും രൂപത്തിൽ അവരെ നിലനിർത്തണം. ഇസ്രായേൽ പറയുന്ന ഒരു രൂപത്തിൽ അവരെ നിലനിർത്തില്ല. ഇതിങ്ങനെ നീണ്ടുപോട്ടെ. ഇത് ഓരോരോ ഘട്ടമായിട്ട് ഇപ്പൊ നമുക്ക് കഴിഞ്ഞ സീസ്ഫയർ നിന്നപ്പോ എന്താ പറഞ്ഞാൽ എല്ലാം തീർന്നു. നമ്മൾ അന്ന് പറഞ്ഞ കാര്യം എന്താണ്? ഇസ്രായേല് യുദ്ധം പുനരാരംഭിക്കും. ഇനിയും പോട്ടെ, നിങ്ങൾ ഈ 20-24 പേര് വെച്ച് ഇനി എത്ര വെച്ച് ഇങ്ങനെ നിർത്തി ചെയ്താലും ഇവരുടെ മിസറി കൂടുമെന്നല്ലാതെ യാതൊരു കാര്യമില്ല. ഇപ്പൊ ഹമാസിന്റെ വെയർ ഹൗസിൽ നിന്ന് ഗാസക്കാര് ഈ പറയുന്ന ഭക്ഷണ സാധനങ്ങള് കയ്യേറി എടുത്തുകൊണ്ട് പോകുന്ന രംഗങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പം ഈ പീസ് ഡീൽ അവർ അംഗീകരിക്കാത്തതിനകത്ത് എനിക്ക് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. ഇനി എൻ്റെ അഭിപ്രായത്തില് ഇസ്രായേല് അമേരിക്കയോട് ചേർന്നുള്ള ഭക്ഷണ വിതരണം കണ്ടിന്യൂ ചെയ്യട്ടെ. ഒരു മാസമെങ്കിലും അത്രയും ഇവർക്കെതിരെയുള്ള ഓപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യട്ടെ. പിന്നെ ബന്ദികളുടെ കാര്യം ആലോചിക്കുമ്പോൾ ഭയങ്കര ഹാർട്ട് റഞ്ചിങ് ആണ്. ഇനിയാണ് എന്ത് ചെയ്യാം? ദാറ്റ്സ് എ വേ.